Good morning. Good morning, ma'am. Okay. Good morning. Okay, good morning. Good morning, ma'am. Okay. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു അല്ലേ? ശരി. മാമിന്റെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ ഓണമൊക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവരും? ഫ്രഷ് ആയിട്ടാണോ ഇരിക്കുന്നത്? യെസ് മാം. ആണ്. കുഴപ്പമില്ല. ഇന്ന് നമ്മൾ കുറച്ച് കട്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഒരു കാര്യം മുന്നേ പറയാണ്, ഇവിടെ വാഹിദ മിസ് ഒരു ലോങ് ലീവിലാണ്. അപ്പൊ അതായത് ഇനി വാഹിദ മിസ് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ബാച്ചിൽ ഉണ്ടാവില്ല. പകരം നിഷ മാം ആയിരിക്കും കേട്ടോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു HRM കഴിഞ്ഞിരുന്നു. ആ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങാനാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ വാഹിദ മിസ് ലീവിൽ പോയ ആളുകളുടെ മിസ്സിന്റെ പോർഷൻസ് ആണ് എന്നോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ വാഹിദ മിസ് എടുത്ത പോർഷൻസ് ആണ് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെയുള്ള ചാപ്റ്ററുകള് നിഷ മാം ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വൈകിട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാഹിദ മിസ്സിന്റെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അക്രഡിറ്റേഷൻ അല്ലെ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് മിസ് എടുത്തോണ്ടിരുന്നത്. കുറച്ചും കൂടെ ഒന്നാണെന്ന് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് മിസ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് JCA വരെ നിങ്ങൾ പഠിച്ചു അല്ലെ? JCA 8 തരത്തിലുള്ള എന്താണ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ആ 8 ടൈപ്പുകൾ വരെയാണ് നിങ്ങൾ പഠിച്ചത് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എന്നോട് മിസ് പറഞ്ഞത് അല്ലെ? അതുവരെയല്ലേ നിങ്ങൾ പഠിച്ചത്? ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തുടങ്ങാം. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെ വരെ മിസ് പറഞ്ഞതാണ് പറഞ്ഞത് കേട്ടോ. 8 തരത്തിലുള്ള 8 ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് ആരംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഈ JCA പറ്റിയിട്ടും NABHനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ഡിപ്ലോമയിലും പഠിച്ചിട്ടുണ്ട് അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ നിങ്ങൾ NABHും JCA പറ്റിയിട്ട് കുറെ കൂടെ JCA പറ്റി നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? 8 തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് പ്രോഗ്രാംസുകൾക്ക് ആരംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. അത്രയും വരെ നിങ്ങൾക്ക് അറിയാം. ബാക്കിയുള്ള ഭാഗങ്ങള് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അത് സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നോക്കുക, JCA itself is accredited by the International Society for Quality in Healthcare External Evaluation Association ബ്രാക്കറ്റില് IEEA എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് JCA എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് എന്ത്? JCA എന്ന് പറയുന്നത് അല്ലെ? JCA ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ JCA എന്ന് പറയുന്നത് ആരംഗീകരിച്ച സ്ഥാപനമാണ്? നമുക്ക് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ അഥവാ IEEA അംഗീകരിച്ച ഒരു സ്ഥാപനമാണിത് JCA എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതില് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ISQUA എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ISQUA ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഭാഗത്ത് ഈ ടൈം വന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആർക്കും ഓർമ്മയില്ലേ? ആരും ഓർക്കുന്നില്ലേ? ISQUA, അതായത് ഇന്റർനാഷണൽ, ഓക്കെ, സന്ധ്യയ്ക്ക് ഓർമ്മയുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നു ഇച്ചിരി വലുത് ഞാൻ തന്നെയാണ് എടുത്തേക്ക് തോന്നുന്നു. അപ്പൊ ഓർമ്മയുണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടാ. ISQUA കേട്ടാ, അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ കേട്ടാ. അതാണ് ISQUA എന്ന് പറയുന്നത്. അപ്പൊ ISQUA സ്ഥാപിച്ചൊരു സംഘടനയാണ് IEEA എന്ന് പറയുന്നത്. അതിന്റെ I എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ പറയുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ഇല്ലേ, ISQUA, അതിനാണ് I സൂചിപ്പിക്കുന്നത് കേട്ടോ. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ E എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എന്നാണ് കേട്ടോ. രണ്ടാമത്തെ ഈ ഇവാലുവേഷൻ, A ഫോർ അസോസിയേഷൻ, അതൊരൊറ്റ വാക്കാണ് കേട്ടോ. IEEA, അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ കേട്ടോ. IEEA പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ IEEA അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ഇത് JCA എന്ന് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇനി എന്താണ് പറയുന്നത്? ദിസ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് assurance that the standards, process and training used by the JCA are in line with the highest international standards for the accreditation bodies. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ JCA അക്രഡിറ്റേഷൻ ആയിട്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകളാണ് അവര് JCA അക്രഡിറ്റേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. JCA എന്ന് പറയുന്നത് IEEA അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് JCA എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു IEEA റെക്കഗ്നീഷൻ, അതിന്റെ അംഗീകാരം എന്ത് അഷ്വറൻസ് തരുന്നുണ്ട്, എന്ത് ഉറപ്പ് തരുന്നുണ്ട്? അതായത് നമ്മുടെ JCA അക്രഡിറ്റേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ പറയുന്ന സ്റ്റാൻഡേർഡുകള് അല്ലെങ്കിൽ പ്രോസസ്സുകള്, ട്രെയിനിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാല് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? JCA അക്രഡിറ്റേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, അക്രഡിറ്റേഷൻ ആയിട്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ടോപ്പ് ലെവലായിട്ട്, ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ് ആരുടേത്? JCA. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. ടെക്സ്റ്റ് ഒന്നുകൂടെ വായിക്കാം. JCA itself is accredited by the International Society for the Quality in Healthcare External Evaluation Association. The accreditation provides assurance that the standards, process, and training used by the JCA are in line with the highest international standards for the accreditation bodies. Okay, clear ആയല്ലോ? അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത നോക്കിയേ. JCA aims to maintain and improve safety and health care quality. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കെയർ ക്വാളിറ്റി. നമുക്കറിയാം JCA പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? നമ്മൾ ഡിപ്ലോമയിൽ തൊട്ട് പഠിക്കുന്നതാണ്. JCA പ്രധാനമായിട്ടും അത് ലക്ഷ്യമിടുന്നത് എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ദ ഹെൽത്ത് കെയർ സർവീസസ് അല്ലെ. ഒന്ന് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, രണ്ടാമത്തെ എന്താണ്? ക്വാളിറ്റി ഇൻ ദ ഹെൽത്ത് കെയർ സർവീസസ് അല്ലെ, ആരോഗ്യ സേവനങ്ങളിലുള്ള ആ ഒരു ക്വാളിറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും JCA ലക്ഷ്യമിടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു JCAയുടെ കോഴ്സ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. JCA aims to maintain and improve safety and health care quality throughout the world by providing education, international accreditation, including international patient safety goals, അഥവാ IPSG, advisory services and certifications. അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ JCA നമ്മുടെ ലോകമെമ്പാടും ഈ പറയുന്ന എഡ്യൂക്കേഷൻ അല്ലെ, അതായത് ഹെൽത്ത് കെയറുമായിട്ട്, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അല്ലെ, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ അഡ്വൈസറി സർവീസസ്, ഉപദേശക സേവനങ്ങള്, പിന്നെ സർട്ടിഫിക്കേഷൻ എന്നിവയൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ലോകമെമ്പാടുമുള്ള എന്താണ് ആരോഗ്യ മേഖലയില് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് JCA എന്ന് പറയുന്നത് അല്ലെ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ്. എങ്ങനെയാണ് അവര് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്നത്? അതായത് ആരോഗ്യ പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ കൊടുത്ത്, അതുപോലെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അല്ലെ,
അവിടെ പറയുന്നുണ്ട് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി കോഴ്സ്. നമ്മുടെ ഡിപ്ലോമയിൽ പഠിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടോ? JCAയുടെ 4 സെക്ഷനുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട് അല്ലെ? അതുപോലെ അക്കാഡമിക്, മെഡിക്കൽ സെന്റർ, ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകളുണ്ട്. അതിനകത്ത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ വരുന്നതാണ് IPSG, അതായത് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും മറ്റു ഉപദേശക സേവനങ്ങളും സർട്ടിഫിക്കേഷൻസും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് JCA ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കുക. Since its founding by the Joint Commission in 1994, JCA has accredited more than 1,000 health organizations with its gold seal of approval, a globally recognized symbol of quality patient care and safety. Okay, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഏകദേശം ഒരു 1000-ലധികം എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് JCAയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അറിയാലോ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് സ്ഥാപിതമായത്? 1994-ലാണ് കേട്ടോ. 1994-ലാണ് അത് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകമെമ്പാടും ഏകദേശം 1000-ലധികം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് JCA അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ. JCA അക്രഡിറ്റേഷൻ എന്നത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ? ഏറ്റവും എന്താണ് അക്രഡിറ്റേഷന്റെ ഒരു സുവർണ്ണ മുദ്രയായിട്ടാണ് നമ്മൾ JCA അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. അറിയാലോ, JCAയുടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് റാങ്കഡ് ആയിട്ടുള്ള, ടോപ്പ് ലെവൽ ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ എന്ന് നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏതിന്റെ അക്രഡിറ്റേഷൻ ആണ് ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ എന്നറിയപ്പെടുന്നത്? JCAയുടെ അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സിംബൽ ഓഫ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ ആൻഡ് സേഫ്റ്റി കേട്ടോ. അത് വളരെ എന്താണ് പേഷ്യന്റ് സേഫ്റ്റിയുടെയും അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ സർവീസസിന്റെ ഒരു സിംബൽ ആയിട്ട്, അതിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് JCAയുടെ അക്രഡിറ്റേഷനെ കേട്ടോ. ഓക്കെ, ഇത്രയും അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ഇനി നോക്കുക, ദിസ് ആർട്ടിക്കിൾ പ്രസന്റ്സ് an overview of the JCA accreditation process and its benefits to the accreditation organization and patients. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് JCAയുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സുകള്, അതിന്റെ ബെനിഫിറ്റുകൾ, ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിപ്ലോമയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പോ ഇത്രയും പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? JCA എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ IEEA അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണിത് JCA എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, JCA അക്രഡിറ്റേഷൻ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകളാണ് ഉപയോഗിക്കുന്നത്, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ JCAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകമെമ്പാടും ആരോഗ്യത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ, അഡ്വൈസറി സേവനങ്ങള് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലെ പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് JCA ലക്ഷ്യമിടുന്നത്. 1994-ലാണ് JCA സ്ഥാപിക്കപ്പെടുന്നത്. JCAയുടെ അക്രഡിറ്റേഷൻ നമ്മുടെ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ അംഗീകാരത്തിന്റെ റെക്കഗ്നീഷന്റെ ഒരു സുവർണ്ണ മുദ്രയായിട്ടാണ് നമ്മൾ JCA അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് IEEA റെക്കഗ്നീഷൻ ആണ്. ഈ IEEA ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ നോക്കി, അതിന്റെ ഫുൾ ഫോം അവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ കേട്ടോ. ഈ I എന്ന് പറയുന്നത്, ഇതിന്റെ I എന്ന് പറയുന്നത് ISQUA ആണ് കേട്ടോ. ഓക്കെ, അത് I എന്നാണ് ചുരുക്കി എഴുതിയിരിക്കുന്നത്. അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ. ഓക്കെ, പറഞ്ഞല്ലോ, അതേ നമ്മളിവിടെ പറഞ്ഞ സെയിം പോയിന്റുകൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ,
JCA is accredited by the International Society of Quality in Healthcare External Evaluation Association. Already പറഞ്ഞതാണ് അല്ലെ, IEEE അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ് JCA എന്ന് പറയുന്നത് കേട്ടോ. Okay, IEEE provides third-party external evaluation services to the health and social care, external evaluation organization and standards developing bodies around the globe. അപ്പോ അതിന് നിങ്ങൾ IEEE പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ISQUA എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, അത് സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് IEEE. അതായത് ISQUA തന്നെ ഒരു വിങ് ആണ് ഇത് IEEE എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാഹ്യ മൂല്യനിർണ്ണയ സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ബാഹ്യ മൂല്യനിർണ്ണയ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇവിടെ പറയുന്നത് തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേഷൻ. വെച്ചാൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ, ഔട്ട്സൈഡ് ഏജൻസി. ഇപ്പൊ JCA അങ്ങനെ ഒരു ഏജൻസിയാണ് അല്ലെ, NABH അങ്ങനെ ഒരു ഏജൻസിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് ഏജൻസി. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബാഹ്യ മൂല്യനിർണ്ണയ സേവനം, അതായത് NABH, JCA അങ്ങനെയുള്ള എക്സ്റ്റേണൽ അഥവാ തേർഡ് പാർട്ടി ഇവാലുവേഷൻ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഘടനയാണിത് IEEE എന്ന് പറയുന്നത്. ആ IEEE അംഗീകരിച്ച സ്ഥാപനമാണ് JCA. JCA എന്ന് പറഞ്ഞ ഒരു ബാഹ്യ മൂല്യനിർണ്ണയ ഏജൻസിയാണ് അല്ലെ. അതൊരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അവരാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് IEEE പ്രൊവൈഡ്സ് തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഏജൻസി, JCA പോലെയുള്ള ഔട്ട്സൈഡ് ഏജൻസികൾ മുഖേന ഇവാലുവേഷൻ നടപ്പിലാക്കുന്നത് IEEE കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഗ്ലോബലി, അതായത് നമ്മുടെ ഗ്ലോബലി നമ്മള് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡീസുകള്, അതുപോലെ തന്നെ മറ്റ് JCA പോലെയുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ ഒക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു സംഘടനയാണ് IEEE എന്ന് പറയുന്നത് കേട്ടോ. IEEE accreditation provides the assurance that the standards, training and process used by the JCA meet the highest international benchmarks for the accreditation body. Same കാര്യമാണ് നേരത്തെ പറഞ്ഞതാണ്. JCA അവരുടെ അക്രഡിറ്റേഷൻ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഈ പറയുന്ന IEEE കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങള് മനസ്സിലായോ? അതിൽ വേറെ പുതിയ പോയിന്റുകളൊന്നും ഇല്ല കേട്ടോ. സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തതാണ് JCA ക്രെഡൻഷ്യൽസ് കേട്ടോ. അതായത് നമ്മുടെ JCAയുടെ ക്രെഡിബിലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ കുറെ എന്താണ് ഓൾറെഡി നിങ്ങൾ ഈ ചാപ്റ്ററിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതേ കാര്യങ്ങൾ, അതേ പോയിന്റിൽ, അതേ കൺസെപ്റ്റ് തന്നെയാണ് അവിടെ പറയുന്നത്. JCAയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ്. അപ്പൊ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. JCA received 4-year accreditation in 2011 from the International Society for the Quality in Health Care, ISQUA. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. JCAക്ക് 2011 കേട്ടോ, ഇത് വർഷമാണ് 2011 2011 ഈ പറയുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, നേരത്തെ പറഞ്ഞില്ല ISQA, അതിന്റെ അംഗീകാരം അവർക്ക് ലഭിച്ചു കേട്ടോ, JCAക്ക് ലഭിച്ചിട്ടുണ്ട്. Which shows that the process and benchmark used by JCA are of the highest international standard. Same കാര്യമാണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇനി നോക്കുക, the Joint Commission International and the World Health Organization collaborate together on the WHO collaborative initiative dedicated to the patient safety. അതായത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു JCAയുടെ ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഈ JCA എന്ന് പറയുന്നത് നമ്മുടെ ലോകാരോഗ്യ സംഘടന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയുടെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, JCAയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ദ ഹെൽത്ത് കെയർ സർവീസസ് ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന JCA നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റ് സേഫ്റ്റി ലക്ഷ്യമിട്ടുകൊണ്ട് അവര് പ്രവർത്തിക്കുന്നത്.
അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് JCAക്ക് അല്ലെ. അതുകൊണ്ടാണ് ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള ലോകാരോഗ്യ സംഘടനയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഹെൽത്ത് കെയർ സർവീസുകളൊക്കെ അവര് നടപ്പിലാക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, JCA accreditation is the most prestigious accreditation a non-US hospital can get, and consequently it is worth a lot to the hospital that offer the services to the foreign patients. നമ്മൾ പറഞ്ഞല്ലോ JCAയുടെ accreditation എന്ന് പറഞ്ഞ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് accreditation ആണ് അല്ലെ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു accreditation ആണ് ഇത് JCA accreditation എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അറിയാം, JCA എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അപ്പൊ US പുറത്തുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് JCA എന്ന് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ ഫോറിൻ പേഷ്യൻസിനെ ഈ പറയുന്ന ഫോറിൻ പേഷ്യൻസിനെയൊക്കെ സർവീസുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം JCA accreditation എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വർത്താണ് അവരെ സംബന്ധിച്ചത്. പക്ഷെ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു accreditation ആണ് ആരുടേത്, JCA. ഓക്കെ, ആ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. ISQUA അംഗീകരിച്ച സ്ഥാപനമാണ് JCA. JCA വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യന്റിന്റെ സേഫ്റ്റി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ JCA എന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ എന്നത് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് JCA സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. JCA സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോ JCA സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഡിപ്ലോമയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. JCA സ്റ്റാൻഡേർഡുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. 4 സെക്ഷനുകളുണ്ട് അല്ലെ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 285 സ്റ്റാൻഡേർഡുകളുണ്ട്, 1160 ഒബ്ജക്റ്റീവ് ലെവൽസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ സെക്ഷൻ എന്തായിരുന്നു? പേഷ്യന്റിന്റെ അക്രഡിറ്റേഷൻ റിക്വയർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് APR അല്ലെ. അതായത് അക്രഡിറ്റേഷൻ എന്താണ് റിക്വയർമെന്റ്, അക്രഡിറ്റേഷന് വേണ്ട റിക്വയർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറഞ്ഞിരുന്നത്. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളായിരുന്നു അല്ലെ. സെക്ഷൻ 3 എന്തായിരുന്നു? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരുന്നു. അതുപോലെ സെക്ഷൻ 4 എന്തായിരുന്നു? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, അതായത് ടീച്ചിങ് ഹോസ്പിറ്റലുകൾ പോലെയുള്ള എന്താണ് അത്തരം ഹോസ്പിറ്റലുകളുടെ സ്റ്റാൻഡേർഡുകൾ. അങ്ങനെ 4 സെക്ഷനുകളിലായിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡുകൾ ഉൾപ്പെടുത്തിയിരുന്നത്. ടോട്ടൽ 285 സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരുന്നത് 1160 ഒബ്ജക്റ്റീവ് ലെവൽസ് ഉണ്ടെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇത് വെറുതെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, കാര്യം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഇനി നമുക്ക് വായിക്കാം. ഓക്കെ, JCA സ്റ്റാൻഡേർഡ്സ്. The JCA accreditation process focuses on patient care and treatment as well as on the organization's management and clinical systems. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് JCA സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ഫോക്കസ് ചെയ്തത്, കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഒന്ന് പേഷ്യന്റ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഓൺ ദ ഓർഗനൈസേഷൻസ് മാനേജ്മെന്റ് ആൻഡ് ക്ലിനിക്കൽ സിസ്റ്റംസ്. അതായത് മാനേജ്മെന്റ്, അതായത് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്കുമാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട്. അതിനെയാണ് അവർ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. പേഷ്യന്റ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റിനെയും അതുപോലെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആൻഡ് ക്ലിനിക്കൽ സിസ്റ്റത്തിനെയാണ് JCA സ്റ്റാൻഡേർഡുകൾ കൂടുതലും എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? The JCA standards explains the assessment of the key functions of hospitals and the healthcare organizations. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അക്രഡിറ്റേഷൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? JCA ആണ്. ഓക്കെ, അതിന് വേണ്ട സ്റ്റാൻഡേർഡുകൾ കംപ്ലീറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? JCA ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. Key functions include
meeting the international goals of patient safety, access to care, assessment and care process, infection control, education, information management and human resources, facility management, leadership management. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഈ JCA സ്റ്റാൻഡേർഡുകള് എന്തൊക്കെ ഫങ്ഷൻസുകള് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JCA സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് JCA ആണ്. അപ്പോ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ഒരു ഹോസ്പിറ്റലിലെ എന്തൊക്കെ ഫംഗ്ഷനുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? അതാണ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് തരാം. ഇവിടെ പറയുന്നുണ്ട് ഒന്ന് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ ആക്സസ് ടു കെയർ, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോള്, അതുപോലെ എഡ്യൂക്കേഷൻ, പിന്നെ ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, ലീഡർഷിപ്പ് മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഫംഗ്ഷൻസുകളെല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JCA സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെ, പിന്നെന്താണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ അല്ലെ, HIS അല്ലെ, LIMS, RIS ഒക്കെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, ഫെസിലിറ്റി മാനേജ്മെന്റ്, ലീഡർഷിപ്പ് മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JCA സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് അടുത്തത് നോക്കിയേ. The JCA has a total of 6 accreditation programs and 1 certification program. എന്താണ് പറയുന്നത്? JCAക്ക് മൊത്തം 6 accreditation programs-കളാണ് ഉള്ളത്. 6 accreditation program എന്ന് വെച്ചാൽ 6 accreditation process ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് പേജിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 6 ഫേസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6 കണ്ടോ? 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അക്രഡിറ്റേഷൻ പ്രോസസ്സുകളും 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് വരുന്നത്. ഓക്കെ, അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിന് 6 സ്റ്റെപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തില് JCA has a total of 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാംസും 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുമാണ് ഉള്ളത്. ഇനി അക്രഡിറ്റേഷൻസ് ഇൻക്ലൂഡ്, നമുക്കറിയാം JCA അക്രഡിറ്റേഷൻസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ആംബുലേറ്ററി കെയർ സെന്ററുകൾ വരുന്നുണ്ട് അല്ലെ, അതുപോലെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററുകൾ ഉണ്ട്. നിങ്ങൾ പഠിച്ചില്ലേ? പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററുകൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ സെന്ററുകൾ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ഹോം ഹെൽത്ത് കെയർ ഏജൻസികൾ ഉണ്ട്. ഇതൊക്കെ എല്ലാം എന്തിന് പെടുന്നതാണ്? JCA അക്രഡിറ്റേഷന് പെടുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? JCA 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഹോസ്പിറ്റലുണ്ട്, ആംബുലേറ്ററി കെയർ സെന്ററുകൾ ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉണ്ട്, ഹോം ഹെൽത്ത് കെയർ ഏജൻസികൾ ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ സെന്ററുകൾ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്, JCA അക്രഡിറ്റേഷനകത്ത് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ JCAയുടെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റിനെയും അതുപോലെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, ക്ലിനിക്കൽ സിസ്റ്റംസ്. ചുരുക്കി പറഞ്ഞാൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾക്കും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾക്കുമാണ് JCA കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കംപ്ലീറ്റ് ഫോർമുലേറ്റ് ചെയ്തത് JCA ആണ്. ഇനി എന്തൊക്കെ ഫംഗ്ഷൻസുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്? അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേഷ്യന്റിന്റെ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, കെയർ പ്രോസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JCA സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് കാണാം അല്ലെ, ഒരു ഫ്ലോ ചാർട്ട് കാണാം. അത് ഏത് തന്നെയാണ് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ച ആ സെയിം കാര്യം തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, കുറച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. നോക്കാം, JCA അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ JCA സ്റ്റാൻഡേർഡുകളെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും രണ്ടാമത്തത് മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും.
എവിടെ പഠിച്ചതാണ്? ഡിപ്ലോമയിൽ പഠിച്ചതാണ് അല്ലെ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ACC, ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ അല്ലെ? അതായത് എല്ലാ ആളുകൾക്കും പരിചരണങ്ങൾ ലഭിക്കണം, അതുപോലെ തന്നെ കണ്ടിന്യൂവിറ്റി ലഭിക്കണം, അവരുടെ പരിചരണത്തിൽ ഒരു തുടർച്ച ഉറപ്പാക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകള്. അതുപോലെ PFR അല്ലെ? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് അല്ലെ? രോഗികളുടെയും രോഗികൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകള്. പിന്നെ AOP എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. COP കെയർ ഓഫ് പേഷ്യൻസ്. ASC അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. പിന്നെ അടുത്തത് MMU എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അടുത്തത് എന്താണ്? PFE പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ അല്ലെ? ഇതെല്ലാം തന്നെ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ? പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ്. അടുത്തത് നോക്കി, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. ഇതൊക്കെയാണ് മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. ഒന്ന് QPS അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. പിന്നെ അടുത്തത് എന്താണ്? PCI അല്ലെ? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. അടുത്തത് GLD ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ടിംഗ്. നെക്സ്റ്റ് FMS അല്ലെ? ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അടുത്തത് ഏതാണ്? സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ അഥവാ MCA അല്ലെ? ഇതൊക്കെ എന്താണ്? മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. രണ്ട് ടൈപ്പാണ് സ്റ്റാൻഡേർഡുകൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട്, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും ഭാഗങ്ങള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിച്ചു നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, JCIയുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ഡിപ്ലോമയില് നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിക്കുകയാണ്. അതായത് നമ്മൾ JCI അവിടെ പഠിച്ചപ്പോ അക്രഡിറ്റേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് വളരെ റഫായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമുക്കറിയാം JCI എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 വർഷം കൂടുമ്പോൾ അത് റിവൈസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ അവിടെ അല്ലെ? NABH 4 വർഷം കൂടുമ്പോഴാണ് അവരുടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. JCI 3 വർഷം കൂടുമ്പോഴാണ് സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും? ഇല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? കാര്യം പുതിയ ചില സ്റ്റാൻഡേർഡുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും, ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ എടുത്തു മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് എന്താണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് JCI അക്രഡിറ്റേഷൻ. JCI എന്താണ്? ഓരോ 3 വർഷം കൂടുമ്പോഴും സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ JCI ഇവാലുവേഷന് വേണ്ടിയിട്ട് സർവേ മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സർവേ മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ടൊരു സർവേ ടീം ഉണ്ട്. ഈ സർവേ ടീമില് ഫിസിഷ്യൻസ്, നഴ്സസ്, അഡ്മിനിസ്ട്രേറ്റർമാർ ഉൾപ്പെടുന്ന ഒരു സർവേ ടീം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതൊക്കെ അവിടെ പഠിച്ചതാണ്. അതുപോലെ ആ ഒരു സർവേ ടീം വന്നിട്ട് ഹോസ്പിറ്റൽ, അതായത് ഓർഗനൈസേഷനിലെ വിവിധ യൂണിറ്റുകളിൽ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഫൈൻഡിങ്സുകൾ അവര് ഡിസ്കസ് ചെയ്യും അല്ലെ? അപ്പൊ അതിനുശേഷമാണ് പിന്നെ അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വളരെ ഒരു റഫായിട്ട് കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ അക്രഡിറ്റേഷൻ പ്രോസസ്സിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ. JCIയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. The first step in the accreditation process is to obtain a copy of the JCI standards and prepare for accreditation. അല്ലെ? അപ്പോ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു നീണ്ട പ്രോസസ് ആണ്. അതായത് ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞ ഒരു 1-2 വർഷങ്ങള് അത്രയും കാലയളവ് എടുക്കുന്ന ഒരു പ്രോസസ് ആണ് JCI അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ ഫോർ ദ അക്രഡിറ്റേഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, നമുക്ക് കുറെ കാര്യങ്ങൾക്ക് അങ്ങനെ ഓർക്കാൻ പറ്റും. ഒരുപാട് വായിച്ച് നിങ്ങൾ ഇതാവേണ്ട, പോയിന്റുകൾ ഓർക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ ഫോർ അക്രഡിറ്റേഷൻ ആണ്. അക്രഡിറ്റേഷൻ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നോക്കുക. അപ്പൊ ഈ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ആദ്യം എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്രഡിറ്റേഷൻ പ്രോസസ് ഈസ് ടു ഒബ്റ്റെയിൻ എ കോപ്പി ഓഫ് ദ JCA സ്റ്റാൻഡേർഡ്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? JCA സ്റ്റാൻഡേർഡുകളുടെ ഒരു കോപ്പി നമ്മൾ എടുക്കണം. അപ്പൊ നമ്മളൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഭാഗമാണ്, നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഭാഗമാണ്. നമ്മൾ ഈ ഒരു JCA അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ഒരു JCA അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ ഭാഗമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം, അല്ലെ? തയ്യാറെടുപ്പുകൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? JCA സ്റ്റാൻഡേർഡുകളുടെ ഒരു കോപ്പി നമ്മൾ എടുക്കണം, അല്ലെ? അതാണ് അവിടെ പറയുന്നത്, ഒബ്റ്റെയിൻ എ കോപ്പി ഓഫ് ദി JCA സ്റ്റാൻഡേർഡ്. JCA സ്റ്റാൻഡേർഡുകളുടെ ഒരു കോപ്പി നമ്മൾ എടുക്കുകയും അത് മനസ്സിലാക്കിയിട്ട്, സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസുകൾ നമ്മൾ നടത്തണം, തയ്യാറെടുപ്പുകൾ നടത്തണം. അതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. ഓക്കെ, ഇനി once an organization is ready to apply for accreditation, they can participate in a trial survey as a means of experiencing a full JCA survey and highlighting any gaps in their organization. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ആ പ്രിപ്പറേഷൻ ഓഫ് അക്രഡിറ്റേഷൻ ഉണ്ടല്ലോ, അതാണല്ലോ ഒന്നാമത്തെ പ്രോസസ്സ്. അതിന്റെ തന്നെ ഭാഗമാണ് രണ്ടാമത് പറഞ്ഞ സെന്റൻസ്. അതായത് നമ്മൾ ഈ ഒരു അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? JCAയുടെ ട്രയൽ സർവേയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? JCAയുടെ ട്രയൽ സർവേയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ എന്താണ്? ട്രയൽ സർവേ, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രയൽ സർവേ. അങ്ങനെ ഓർത്താൽ മതി. ട്രയൽ സർവേയുടെ ഭാഗമാണ്. ട്രയൽ സർവേ ആണ്, ആക്ച്വൽ സർവേ അല്ല. അതായത് നമ്മൾ JCAയുടെ ഒരു ട്രയൽ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്യാപ്പുകൾ, നമ്മുടെ പോരായ്മകൾ നമ്മൾ കണ്ടെത്തുക, അല്ലെ? ഒരു ട്രയൽ സർവേ നടത്തുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകള്, അല്ലെങ്കിൽ എന്താണ് പോരായ്മകളുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണ്, ഗ്യാപ്പുകൾ ഏതൊക്കെയാണ്, ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് ഒരു ആക്ച്വൽ സർവേക്ക് മുൻപായിട്ട് ഒരു തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഭാഗം തന്നെയാണ് പ്രിപ്പറേഷൻ ഫോർ അക്രഡിറ്റേഷന്റെ തന്നെ ഭാഗമാണ്, അല്ലെ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വൺസ് an organization is ready to apply for the accreditation, they can participate in a trial survey. അവർക്ക് ഒരു ട്രയൽ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നിട്ടോ as a means of experiencing a full JCA survey and highlighting any gaps in their organisation. ആ ട്രയൽ സർവേയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പോരായ്മകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്യാപ്പുകൾ, ദാറ്റ് മീൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ആക്ച്വൽ സർവേക്ക് മുൻപായിട്ട് നമുക്ക് ചില തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്? The organization submits their application and schedule survey date with the JCA. അടുത്ത പ്രോസസ് എന്താണ്? അതായത് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്മിറ്റ് ആപ്ലിക്കേഷൻ, നമ്മൾ ഫോർമൽ ആയിട്ട് അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വിധേയമാകുന്നതിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഫോർമൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയും ആൻഡ് ഷെഡ്യൂൾഡ് സർവേ ഡേറ്റ് വിത്ത് JCA ആയിട്ട് നമ്മൾ ആ സർവേ ഡേറ്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാണ്. അതായത് ഇന്ന ദിവസം ഇന്ന സമയത്ത് JCA ടീമിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് സർവേ നടത്താം. ആ ഒരു സർവേ ഡേറ്റുകൾ നമ്മൾ JCA ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആദ്യത്തേല് നമ്മൾ എന്താ ചെയ്തത്? പ്രിപ്പറേഷൻ ഫോർ അക്രഡിറ്റേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്തത്? JCAയുടെ സ്റ്റാൻഡേർഡുകളിൽ ഒരു കോപ്പി എടുക്കുന്നു, എന്നിട്ട് അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കും. ആ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ആദ്യം നമ്മളൊരു ട്രയൽ സർവേ, JCA കണ്ടക്ട് ചെയ്ത ട്രയൽ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്കുള്ള പോരായ്മകൾ, ഗ്യാപ്പുകളെ നമ്മൾ മനസ്സിലാക്കുകയും ഒരു ആക്ച്വൽ സർവേക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഷെഡ്യൂൾ ദ സർവേ ഡേറ്റ് വിത്ത് JCA. എന്നിട്ട് നമ്മൾ ഫോർമൽ ആയിട്ട് അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വിധേയമാകുന്നതിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും എന്നിട്ട് JCA ആയിട്ട് നമ്മൾ ആ സർവേ ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഇത്രയും ഓക്കെ ആണല്ലോ? അടുത്തത് എന്താണ്? പിന്നെ നടക്കുന്നത് ആക്ച്വൽ സർവേ ആണ്, അല്ലെ? ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ JCA വരുന്നു, JCA ടീം നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നു, ആക്ച്വൽ സർവേ അവർ നടത്തുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സർവേ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവര് ഇവാലുവേറ്റ് ചെയ്യുന്നത്.
അപ്പൊ നോക്കിയേ, ഡ്യൂറിംഗ് ദ ഫുൾ സർവേ എന്ന് വെച്ചാൽ ആക്ച്വൽ സർവേ സമയത്ത് the JCA surveys look back over the 4-month period prior to the start of the survey in order to judge the performance over an adequate amount of time. അപ്പോ JCA ആക്ച്വൽ സർവേ സമയത്ത് ഈ സർവേ തുടങ്ങുന്നതിന് 4 മാസം മുമ്പത്തെ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ 4 മാസത്തിനുള്ളിലെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നമ്മുടെ JCA സർവേസ്, അതായത് JCAയുടെ സർവേ ടീം ഇവാലുവേറ്റ് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ വന്നിട്ട് അവർ ആക്ച്വൽ സർവേ നടത്താണ്. ഈ സർവേയിൽ അവർ എന്താ ചെയ്യുന്നത്, ആ സർവേ തുടങ്ങുന്നതിന് മുമ്പുള്ള 4 മാസം എന്ന് വെച്ചാൽ കഴിഞ്ഞ 4 മാസത്തിലെ ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അവർ എന്ത് ചെയ്യാണ്, വിലയിരുത്താണ്, അല്ലെ, അസസ് ചെയ്യാണ്. അപ്പൊ അതാണ് അടുത്തൊരു പ്രോസസ്സ്. ഇനി അങ്ങനെ ആക്ച്വൽ സർവേ അവർ നടത്തുന്നു. സർവേ നടത്തിയതിനു ശേഷം പിന്നെ അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും, ഫോളോയിങ് ദ സർവേ. സർവേനെ തുടർന്ന് അല്ലെങ്കിൽ സർവേക്ക് ശേഷം the organization may need to carry out some follow up activity. പിന്നെ നടക്കുന്നത് ഫോളോ അപ്പ് ആക്ടിവിറ്റി ആണ് കേട്ടോ. എന്താണ് നടക്കുന്നത്, ഫോളോ അപ്പ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താണ് നടക്കുന്നത്, അതായത് ഈ സർവേ സമയത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെ, അതായത് പല പോരായ്മകള് ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകളൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ ഫൈൻഡിങ്സുകളെല്ലാം തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യും, ഓർഗനൈസേഷനുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും. അതാണ് ഫോളോ അപ്പ് ആക്ടിവിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർവേ നടത്തുമ്പോൾ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും അതിന്റെ കണ്ടെത്തലുകൾ ആ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റിയിൽ അവർ എന്ത് ചെയ്യും, ഓർഗനൈസേഷനുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ഫോളോയിങ് ദ എൻഡ് ഓഫ് ദ സർവേ the JCA decision on accreditation will be given. ഫൈനലി ആണ് എന്ത്, JCA accreditation decision അവർ തീരുമാനിക്കുന്നത്, അല്ലെ. ആ സർവേ നടത്തി പോരായ്മകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് JCA ഫൈനൽ എന്താണ് അക്രഡിറ്റേഷൻ ഡിസിഷൻ അവര് എടുക്കുന്നത്. ശരിക്കും ഒരു അർത്ഥം മതി, അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് അവിടെ പറഞ്ഞത് JCAയുടെ. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്, JCA സ്റ്റാൻഡേർഡുകൾ ഒരു കോപ്പി എടുക്കുന്നു, അതിനനുസരിച്ച് അക്രഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുന്നു. തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ട്രയൽ സർവേയിൽ പങ്കെടുക്കുന്നു, പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആക്ച്വൽ സർവേക്കായിട്ട് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആക്ച്വൽ സർവേ എന്നിട്ട് അതിനുശേഷം നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അതുപോലെ സർവേ ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു. അങ്ങനെ JCA ടീം നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരികയും എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ പറയുന്ന അവര് അസസ് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. ആ സർവേക്ക് ശേഷം പിന്നെ നടത്തുന്ന ഫോളോ അപ്പ് ആക്ടിവിറ്റി ആണ്. അതായത് സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ള പോരായ്മകൾ, ഫൈൻഡിങ്സുകൾ അവരെന്ത് ചെയ്യാണ്, ഓർഗനൈസേഷനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എൻഡ് ഓഫ് ദ സർവേക്ക് ശേഷമാണ് JCA അക്രഡിറ്റേഷൻ ഡിസിഷൻ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് പറഞ്ഞത്? അക്രഡിറ്റേഷൻ പ്രോസസ് മനസ്സിലായത് ഇങ്ങനെ പറയുന്ന പോലെ ഈസി അല്ല, ഒരുപാട് താമസം എടുക്കുന്ന, കാലയളവ് എടുക്കുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. ഈ ഫ്ലോ ചാർട്ടില് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കാം, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, JCA ഹാസ് എ ടോട്ടൽ ഓഫ് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ് ആൻഡ് 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെ. അതായത് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 6 അക്രഡിറ്റേഷൻ പ്രോസസ്സുകൾ. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് കൊടുക്കുന്നത്, സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, സർട്ടിഫൈ ചെയ്യുന്നത്, അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് അവിടെ കൊടുക്കുന്നത്. അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഉൾപ്പെടെയുള്ള ആ ഒരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 6 ഫേസുകൾ കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6 കേട്ടോ. 6 ഫേസുകളുണ്ട്. അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഫേസുകളാണ് കേട്ടോ. 6 ഫേസുകളുണ്ട്. നമ്മൾ ഓരോ ഫേസിലും ചെയ്യേണ്ട ടാസ്കുകളാണ് അവിടെ നേരെ കൊടുത്തിരിക്കുന്നത് ബോക്സിലായിട്ട് കേട്ടോ. അപ്പൊ ഓരോ ഫേസുകളും ആ ഓരോ ഫേസിലും ചെയ്യേണ്ട ടാസ്കുകളുമാണ് ആ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഫേസ് നോക്കിയേ, ഫസ്റ്റ് ഫേസ് എന്താണ്, ഇനീഷ്യേറ്റ്. ഇനീഷ്യേറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ അക്രഡിറ്റേഷൻ പ്രോസസ്, അല്ലെ. അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അല്ലെ. ഇനീഷ്യേറ്റ് ചെയ്യാണ്, ആരംഭിക്കുകയാണ്, അല്ലെ. അക്രഡിറ്റേഷൻ പ്രോസസ് അവിടെ തുടങ്ങുകയാണ്. അപ്പൊ ആ ഒരു ഇനീഷ്യേറ്റ് ഫേസിൽ എന്തൊക്കെ ടാസ്കുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. കൺസൾട്ടന്റ് ഗ്യാപ്പ് അനാലിസിസ്, മറ്റൊന്ന് ഡെവലപ്പ് JCA സ്റ്റാൻഡേർഡ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, കൺസൾട്ടന്റ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞ എന്താണ്, ഒരു കൺസൾട്ടന്റിന്റെ സഹായത്തോടു കൂടി. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ സർവേ ടീമിലുള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ ആ ഒരു കൺസൾട്ടന്റിന്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഗ്യാപ്പുകൾ, ഗ്യാപ്പ് മീൻസ് പോരായ്മകള്, അല്ലെ, ഡെഫിഷ്യൻസികള്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകള് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ കൺസൾട്ടന്റ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്.
എന്നിട്ടോ ഡെവലപ്പ് JCA സ്റ്റാൻഡേർഡ് ക്രോസ് റെഫറൻസസ്. അതിനുശേഷം ആ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള JCA സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ച് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു ഒന്ന് ആലോചിക്കുക കേട്ടോ. അതായത് ഒരു കൺസൾട്ടന്റ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കൺസൾട്ടന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതാണെന്നുള്ളത് അനലൈസ് ചെയ്യാണ്, കണ്ടെത്തുകയാണ്. എന്നിട്ടോ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യണം അല്ലെ. അതും എന്തിനനുസരിച്ചുകൊണ്ട് JCA സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് അതിനായിട്ടൊരു ഫ്രെയിം വർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് ഇനീഷ്യേറ്റ് ഫേസിൽ നടക്കുന്നത്. ഓക്കെ, ഇനീഷ്യേറ്റ് ഫേസ് ആണ്. അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് സ്റ്റാൻഡേർഡുകൾ ആദ്യം നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുന്നു, ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. അത് തന്നെയല്ലേ ഇനീഷ്യേറ്റ് എന്ന് പറഞ്ഞേ. ആ സംഭവമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഫേസ് നോക്കിയേ, ട്രെയിനിങ് ആൻഡ് അവയർനെസ് ആണ്. എന്താണ് ട്രെയിനിങ് ആൻഡ് അവയർനെസ്? ട്രെയിനിങ് ആൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നത്? അവയർനെസ് ട്രെയിനിങ് ഫോർ ദ കീ പ്രോസസ് ഓണേഴ്സ് ഓൺ JCA സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്കും മറ്റുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കാണ്? അവർക്ക് അവയർനെസ് കൊടുക്കാണ്, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കാണ്. ആദ്യം JCA സ്റ്റാൻഡേർഡുകൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ എന്ത് കൊടുക്കാണ്? ട്രെയിനിങ് ആൻഡ് അവയർനെസ്. That means awareness training for the key performances or key process owners on JCA സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുക? അവയർനെസ് അഥവാ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. മൂന്നാമത്തെ ഫേസ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസൈൻ ആൻഡ് റിവ്യൂ JCA framework and all required levels of documentation. A full set of documentation which covers JCA requirements. അതായത് നമ്മൾ ഈ പറയുന്ന JCA സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് പോളിസികളും പ്രൊസീജിയറുകളും മറ്റു ഫ്രെയിം വർക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്തത് കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക, കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഓക്കെ, അതായത് JCA സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ നമ്മള് JCA സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് പോളിസികള് മറ്റു ഫ്രെയിം വർക്കുകളൊക്കെ പ്രൊസീജിയറുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഡോക്യുമെന്റ് ചെയ്തു വെക്കും. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ 3 ഫേസ് ഇനീഷ്യേറ്റ്, ട്രെയിനിങ് ആൻഡ് അവയർനെസ്, ഡോക്യുമെന്റേഷൻ. ഇത് മൂന്നും എന്തിൽ വരുന്നതാണ്? പ്ലാൻ ഫേസ് ആണ് അല്ലെ. പ്ലാൻ ആണ്, ശരിക്കും ഒരു പ്ലാനിങ് ആണ് ചെയ്യുന്നത്. പ്ലാൻ മീൻസ് പ്രിപ്പറേഷൻ ആണ് അല്ലെ. അക്രഡിറ്റേഷന് മുമ്പ് നമ്മൾ നടത്തുന്ന ചില പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ ആണ് അല്ലെ, തയ്യാറെടുപ്പുകളാണ്. അപ്പൊ തയ്യാറെടുപ്പുകളുടെ ഭാഗമാണ് നമ്മൾ ഈ കണ്ട 3 ഫേസ്. ഓരോ ഫേസിൽ ചെയ്യേണ്ട ടാസ്കുകളാണ് അവിടെ കണ്ടത്. ഇനി അടുത്തത് ഡു ഫേസ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ തയ്യാറെടുപ്പുകൾ നടത്തി, പ്ലാനുകൾ നടത്തി, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങളെ നമുക്ക് നടപ്പിലാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഡു ഫേസ് അല്ലെ. നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഡു ഫേസിൽ എന്താ വരിക? ഇംപ്ലിമെന്റേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് ആ പോളിസികളും പ്രൊസീജിയറുകളും ഫ്രെയിം വർക്കുകളൊക്കെ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ നടത്തുന്ന ടാസ്കുകൾ എന്താണ്? ഇംപ്ലിമെന്റേഷൻ അസിസ്റ്റൻസ് ആൻഡ് എംപ്ലോയീസ് ബ്രീഫിംഗ്, അപ്ഡേറ്റ് JCA രജിസ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് റെക്കോർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എംപ്ലോയീസിന് അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഫ്രെയിം വർക്കുകൾ അല്ലെങ്കിൽ പോളിസികൾ, പ്രൊസീജിയർ അങ്ങനെയുള്ള അസിസ്റ്റൻസ്, എംപ്ലോയീസിന് വേണ്ട അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ അത്തരം പ്ലാനുകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ JCA റെക്കോർഡുകളും രജിസ്റ്ററുകളും അപ്ഡേറ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ആ റെക്കോർഡുകളെല്ലാം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് ആ JCA രജിസ്റ്ററുകളും റെക്കോർഡുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ വെക്കും. അടുത്തതോ? അപ്പൊ അതൊക്കെ നടപ്പിലാക്കി. ഇനി എന്താണ്? ചെക്ക് ആൻഡ് ആക്ട് ആണ്. അപ്പൊ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെക്കിംഗ് ആണ് അല്ലെ. ചെക്ക് ആൻഡ് ആക്ട് ആണ്. അതായത് ഓഡിറ്റ് ആൻഡ് MRM. ഓഡിറ്റ് ആൻഡ് MRM എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ട് ഫസ്റ്റ് JCA ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്. MRM എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് എന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടക്ടിങ് ഇന്റേണൽ ഓഡിറ്റ്സ് ആൻഡ് മാനേജ്മെന്റ് റിവ്യൂസ് കേട്ടോ. കണ്ടക്ട് JCA ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് റിവ്യൂസ് കേട്ടോ. ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ചെക്കിംഗ് ആണ് അല്ലെ. മാനേജ്മെന്റ് റിവ്യൂസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ ഫൈനലി എന്താണ്? JCA സർട്ടിഫിക്കേഷൻ. അടുത്തത് എന്താണ്? JCA സർട്ടിഫിക്കേഷൻ. അക്രഡിറ്റേഷൻ പ്രോസസ് കഴിഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കേഷൻ ആണ് അല്ലെ. The above cycle will be repeated twice till final JCA
റീസർട്ടിഫിക്കേഷൻ ഓഡിറ്റ് ബേസ്ഡ് ഓൺ ദ റിവ്യൂസ് ആൻഡ് അത്രയേ ഉള്ളൂ. ഫൈനൽ സർട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ റിവ്യൂസ് ആൻഡ് അതുപോലെ തന്നെ റിക്വയർമെന്റ്സിനനുസരിച്ചുകൊണ്ട് സർട്ടിഫിക്കേഷൻ നടത്തും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞാൽ അക്രഡിറ്റേഷൻ പ്രോസസ്സ് ഒരിക്കലും സ്റ്റേബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മളിപ്പോ ഒരു അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. JC ആണെങ്കിൽ ഒരു 3 വർഷം വാലിഡിറ്റി ഉള്ളൂ. ആ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സുകൾ റിപ്പീറ്റ് ചെയ്യണം അല്ലെ. വീണ്ടും അക്രഡിറ്റേഷൻ പ്രോസസ്സ് നടത്തുന്നു, വീണ്ടും സർവേ നടത്തുന്നു, റീസർവേ നടത്തുന്നു. ഇതേ പ്രോസസ്സുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകും. ആ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ 6 ഫേസുകളും ആ 6 ഫേസുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നമ്മൾ ഈ പറഞ്ഞ അക്രഡിറ്റേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഒരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇത്ര ടൈമില് ഇത്ര സമയത്തില് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അക്രഡിറ്റേഷൻ പ്രോസസ് അത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 6 സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. 6 സ്റ്റെപ്പുകൾ മെയിൻ ആയിട്ടുണ്ട്. 6 സ്റ്റെപ്പുകൾക്ക് ശേഷമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ ആ കാലാവധി കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. അപ്പൊ നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ്, ടൈം പ്രയർ ടു ദ സർവേ. ഓക്കെ, അപ്പൊ നമ്മൾ ആ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിലൊന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ഒബ്റ്റെയിൻ JCA മാനുവൽ ആൻഡ് ബിഗിൻ അക്രഡിറ്റേഷൻ പ്രോസസ്. അവിടെ പഠിച്ചില്ലേ? JCAയുടെ സ്റ്റാൻഡേർഡ്സുകളുടെ ഒരു കോപ്പി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഈ തയ്യാറെടുപ്പുകൾ എപ്പോഴാണ് നടത്തേണ്ടത് നോക്കിയേ? ടൈം പ്രയർ ടു ദ സർവേ. നോക്കിയേ, 12 to 24 months. അതായത് 12 to 24 months പ്രയർ ടു ദ സർവേ. സർവേക്ക് ഏകദേശം ഒരു 12 തൊട്ട് 24 മാസം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ഒരു സർവേക്ക് മുമ്പ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും നേരത്തിന് വേണം? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സർവേക്ക് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലകളൊക്കെ മനസ്സിലാക്കി അത് നമ്മൾ അതിന്റെ ഗ്യാപ്പുകളൊക്കെ നമുക്ക് പരിഹരിക്കണം. അതിനൊക്കെ ഒരു കാലയളവ് പിടിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 12 to 24 months പ്രയർ ടു ദ സർവേ. സർവേക്ക് ഏകദേശം ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ട്രയൽ സർവേയിൽ പങ്കെടുക്കുന്നു. ട്രയൽ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെഫിഷ്യൻസികൾ മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ തയ്യാറെടുക്കും. അത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോർ ദ സർവേ ടു ദ JCA ആൻഡ് ഷെഡ്യൂൾ ദ സർവേ ഡേറ്റ് വിത്ത് JCA അല്ലെ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. അപ്പൊ ആ ട്രയൽ സർവേ നടത്തി പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോർ സർവേ ടു JCA. JCA സർവേക്ക് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്മൾ ഫോർമൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, സബ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് ഷെഡ്യൂൾ ദ സർവേ ഡേറ്റ് വിത്ത് JCA. JCA ആയിട്ട് നമ്മൾ ആ സർവേ ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്യും. അത് എത്ര നാൾ മുമ്പ് ചെയ്യണം? 6 to 9 months പ്രയർ ടു ദ സർവേ ആണ്. അതായത് ഈ സർവേക്ക് ഏകദേശം 6 തൊട്ട് 9 മാസം മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ സർവേ ഡേറ്റുകൾ JCA ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ എന്താണ്? റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCA സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ്. എന്താണ്? റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCA സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ്. അതിനുശേഷം നമ്മൾ ഈ JCAയുടെ സർവേ കോൺട്രാക്റ്റുകൾ അതുപോലെ അവരുടെ ട്രാവൽ ഇൻസ്ട്രക്ഷൻസുകൾ എല്ലാം തന്നെ റിസീവ് ചെയ്യാം. അത് ഫൈനലൈസ് ചെയ്യുക. അതായത് ഫൈനലൈസ് ആൻഡ് കൺഫേം ദ JCA സർവേ കോൺട്രാക്ട്. അതായത് നമ്മൾ ഈ സർവേക്കുള്ള ഡേറ്റുകളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ആ സർവേ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്യണം. ഓടിപ്പോയി സർവേ നടത്താൻ പറ്റില്ല, നമ്മളൊരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ JCA ടീമിന്റെ കയ്യിൽ നിന്ന് ആ സർവേ കോൺട്രാക്റ്റുകൾ നമ്മൾ റിസീവ് ചെയ്തിട്ട് ആ സർവേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്യാം, കൺഫേം ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് എത്ര നാൾ മുമ്പ് ചെയ്യണം? 4 to 6 months പ്രയർ ടു ദ സർവേ. ആക്ച്വൽ സർവേക്ക് ഏകദേശം
പെട്ടെന്ന് ഓഫ് ആയിപ്പോയതാണ് കേട്ടോ സിസ്റ്റം. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇതാണ്, അതായത് തേർഡ് സ്റ്റെപ്പ് ഇതായിരുന്നു, റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCA സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈനലൈസ് ആൻഡ് കൺഫേം ദ JCA സർവേ ഡീറ്റെയിൽ അല്ലെ. അതായത് JCAയുടെ സർവേ ഡീറ്റെയിൽസുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാം കേട്ടോ, കൺഫേം ചെയ്യാം. എത്ര നാൾ മുമ്പാണ്? ടൈം പ്രയർ ടു, അതായത് 4 to 6 months പ്രയർ ടു ദ സർവേ. ആക്ച്വൽ സർവേക്ക് ഒരു 4 to 6 മാസം മുമ്പായിട്ട് തന്നെ നമ്മൾ അത് ഫൈനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ. അത് കഴിഞ്ഞാല് നാലാമത്തേൽ എന്താണ്? The JCA survey team leader contacts your organization to determine the survey agenda. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ JCA സർവേ ടീം അല്ലെ, സർവേ ടീം നമ്മുടെ ഹോസ്പിറ്റലിലോട്ട്, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനായിട്ട് കോൺടാക്ട് ചെയ്യുകയും ആ സർവേ അജണ്ടകളെല്ലാം തന്നെ അവര് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നു. അത് എത്ര നാള് മുമ്പാണ്? 2 months ബിഫോർ സർവേ, അതായത് ആക്ച്വൽ സർവേക്ക് 2 മാസം മുമ്പായിട്ട് അത് നടത്തിയിരിക്കുന്നു. അഞ്ചാമത്തേൽ എന്താണ്? JCA accreditation survey takes place on the survey date. അതിനുശേഷം JCAയുടെ ആക്ച്വൽ അക്രഡിറ്റേഷൻ സർവേ നടക്കുകയാണ്. അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർവേ ഡേറ്റിൽ ആക്ച്വൽ സർവേ അവിടെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഈ 5 ഭാഗങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് JCAയുടെ IEE എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ JCAയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി മനസ്സിലാക്കി. JCAക്ക് 2 സ്റ്റാൻഡേർഡുകളാണ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട്, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ അക്രഡിറ്റേഷൻ പ്രോസസ്സ് നിങ്ങൾ ഓർത്തു വെക്കുക. അതിൽ വരുന്ന ഫേസുകള്, ടാസ്കുകള്. പിന്നെ അക്രഡിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, 5 സ്റ്റെപ്സേ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് 6th മൊഡ്യൂളില് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.